ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങൾ പിന്നിട്ട് 5ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ബി.ജെ.പിയുടെ അവകാശവാദങ്ങളെല്ലാം തെറ്റിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. 400-ലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്ന് പറഞ്ഞിടത്തു നിന്ന് തിരിച്ചടി നേടുമെന്നുള്ള ബോധ്യത്തിലേക്ക് ബി.ജെ.പി നേതൃത്വം എത്തിക്കഴിഞ്ഞു. നിലവിലെ സ്ഥിതിയിൽ തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇന്ത്യയിലെ ഗ്രൗണ്ട് റിയാലിറ്റി ബി.ജെ.പിക്ക് എതിരാണ്. എത്ര വലിയ തകർച്ചയായിരിക്കും ബി.ജെ.പി നേരിടേണ്ടി വരിക എന്നതാണ് അവരുടെ ക്യാമ്പിലെ തന്നെ ചോദ്യം. പ്രധാനമന്ത്രി മോദി വല്ലാതെ പതറിയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മോദി പ്രഭാവം കൊണ്ട് ജയിച്ചു കയറാമെന്ന മോദിയുടെയും ബി.ജെ.പിയുടെയും പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത്. അതുപോലെ തന്നെ മോദിയുടെ പ്രചരണ യോഗങ്ങളിൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ആളില്ലാ കസേരകളുടെ എണ്ണം മുൻകാലങ്ങളിലൊന്നും കാണാത്തത്ര വർദ്ധിച്ചിരിക്കുന്നു. മോദിയുടെ അങ്കലാപ്പും നെഞ്ചിടിപ്പും വർദ്ധിച്ചതിന് നിദാനം ഈ ഘടകങ്ങൾ തന്നെയാണ്. ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. അതുവഴി ഹിന്ദു വോട്ട് തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നും അതിനെ എതിർക്കാൻ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ കഴിയില്ല എന്നും അവർ കരുതി. ബി.ജെ.പിയുടെ മറ്റൊരു അവകാശവാദം ഇന്ത്യ $5 ട്രില്യൺ ഇക്കോണമിയോടെ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ പോകുന്നു എന്നതായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങളിൽ ഒരിടത്തും രാമക്ഷേത്രമോ വികസിത ഭാരത് എന്ന അവകാശവാദമോ ഫോക്കസ് ചെയ്യാനായില്ല. തുടക്കത്തിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ വിശ്വഗുരു പട്ടം സ്വയം എടുത്തണിഞ്ഞ മോദി 2024-ൽ 400-ലധികം ലോക്സഭാ സീറ്റുകൾക്കായി പ്രവർത്തിക്കൂ എന്ന് ഗർവോടെ അനുയായികളെ ആഹ്വാനം ചെയ്ത മോദി ഇപ്പോൾ ഭൂരിപക്ഷം നൽകുമെന്നാണ് കേഴുന്നത്. സ്വന്തം ചങ്ങാതികളായിരുന്ന അദാനിയെയും അംബാനിയെയുമെല്ലാം കൈവിട്ട മോദിയെയാണ് ജനങ്ങൾ കണ്ടത്. വർഗീയ കാർഡിറക്കിയും വിശ്വാസത്തെ കൂട്ടുപിടിച്ചും നടത്തിയ കളികളൊന്നും ഫലം കാണുന്നില്ലെന്നും കണ്ടാണ് മോദിയുടെ ശിങ്കിടി മുതലാളിമാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലുള്ള വളർച്ചയിലും ജനസാമാന്യം പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും പെട്ടുഴലുന്നതിലും ബന്ധമുണ്ടെന്ന് കണ്ടാണ് ഇപ്പോൾ ഗോൾ പോസ്റ്റ് മാറ്റിപ്പിടിക്കുന്നത്. മോദിയുടെ അന്താളിപ്പാണ് ഇത് പ്രകടമാക്കുന്നത്. യാതൊരു മറയുമില്ലാതെ പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധ വർഗീയതയാണ് പ്രചരണവേദികളിൽ മോദിയും കൂട്ടരും തുടരുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാത്രമല്ല, സാമാന്യ മര്യാദ പോലും പാലിക്കാതെയുള്ള വർഗീയ വിഷം ചീറ്റലാണ് മോദിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങളോടൊപ്പം പ്രാദേശികമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കേണ്ടതെന്നൊരു കാഴ്ചപ്പാടിന് നിർണായക സ്വാധീനം ലഭിച്ചതാണ് ഉത്തരേന്ത്യൻ മേഖലയിൽ ബി.ജെ.പിയെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസാണ് പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ചത്. ഇപ്പോൾ ബി.ജെ.പിയും സംവരണമെന്ന വിഷയം ഉയർത്തിപ്പിടിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. SC/ST OBC സംവരണം തങ്ങൾക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂവെന്നാണ് ബി.ജെ.പി ഇപ്പോൾ പറയുന്നത്. ആദ്യം പറഞ്ഞ 2 വിഷയങ്ങളൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രതിപക്ഷ ഭിന്നിപ്പായിരുന്നു. ഇന്ത്യ സഖ്യത്തിലൂടെ അതിനെ മറികടന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചത് മോദിയെയും സംഘപരിവാറിനെയും ചെറുതായല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി കർഷകരുടെയും തൊഴിലാളികളുടെയും യഥാർത്ഥ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി ബി.ജെ.പിക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ സഹായിച്ചത് കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രക്ഷോഭങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞ് കാർഷിക പ്രശ്നത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട മിനിമം വിലയും മിനിമം കൂലിയും അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു ബദൽ നയം മുന്നോട്ട് വയ്ക്കുകയാണ് പ്രതിപക്ഷം. അതിൻ്റെ പിന്നിൽ അണിനിരക്കാനാണ് പ്രതിപക്ഷം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇത് കർഷക സമരത്തിൻ്റെയും അതിന് നേതൃത്വം നൽകിയ ഇടതുപക്ഷത്തിൻ്റെയും വലിയൊരു നേട്ടമാണ്. ബി.ജെ.പിയെ തുറന്നു കാണിക്കുക, ബി.ജെ.പിയെ എതിർക്കുക, ബി.ജെ.പിയെ ശിക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലാകെ വലിയ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ബി.ജെ.പിയെ കർഷകരിൽ നിന്ന് അകറ്റുകയും ബി.ജെ.പിക്കെതിരെ കർഷകരെ അണിനിരത്തുന്ന രൂപത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന കർഷകർ തന്നെയായിരിക്കും ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാൻ പോകുന്നത്. അതാണ് മോദിയെ ഭയപ്പെടുത്തുന്നതും. അതുകൊണ്ടാണ് മോദിയും കൂട്ടരും ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും.